പ്രിയപ്പെട്ടവരെ, മന്ത്രി ഒ ജെ ജനീഷിനും സഹപ്രവർത്തകർക്കും വിരുന്നൊരുക്കിയാൽ എന്താ കുഴപ്പം? അങ്ങനെ വിരുന്നൊരുക്കിയതിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകനെ പുറത്താക്കിയിരിക്കുകയാണ് CPM. ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ PS അബ്ദുൾ റഹ്മാനെതിരെയാണ് നടപടി. ഒ ജെ ജനീഷ് കേരളത്തിന്റെ മന്ത്രിയാണെന്നും കോൺഗ്രസിന്റെ മന്ത്രി അല്ലെന്നുമാണ് അബ്ദുൾ റഹ്മാന്റെ വിശദീകരണം. അത് പറഞ്ഞത് കറക്റ്റ്. നമ്മൾ ഈ അടുത്ത അവസരത്തില് നമ്മള് മന്ത്രി വന്ന് നമ്മളെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് നന്ദി പ്രകടനമായിട്ട് മന്ത്രിയും ആൾക്കാരും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിലാണ് അന്നത്തെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയല്ലേ, ഞാൻ CPI കാരനാണ്. ആ CPI കാരനായിട്ട് കാലങ്ങൾ ഇത്രയായിട്ട് നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം ഇന്ന് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കി. കാരണം ഞാൻ ചെയ്ത കുറ്റം ഇതാണ്. കാരണം പാർട്ടി വിരുദ്ധ പരിപാടിയായിട്ട് വിരുദ്ധ പ്രവർത്തനമായിട്ട് കൂട്ടിക്കൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് അംഗത്വത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഡ് അല്ല, ഡിസ്മിസ് ചെയ്തു, പുറത്താക്കി. CPM അല്ല, CPI-യിൽ പെട്ടയാളാണ് അബ്ദുൾ റഹ്മാൻ. അതെന്താണെങ്കിലും അബ്ദുൾ റഹ്മാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് മോശം പരിപാടിയായിപ്പോയി. സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിക്ക് ഭക്ഷണം കൊടുത്തു എന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമുണ്ടോ? അത് മന്ത്രി സംസ്ഥാനത്തിൻ്റെതല്ലേ, കോൺഗ്രസിൻ്റെതാണ് നേതാവ്, അങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ നമുക്കിപ്പം ഷബാസ് അഹമ്മദ് ഉണ്ട്. ഷബാസ് അഹമ്മദ്, അതെന്താണെങ്കിലും അബ്ദുൾ റഹ്മാൻ പറയുന്നതിൽ കണ്ടന്റ് ഉണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നും അല്ലല്ലോ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. ക്ലിഫ് ഹൗസിൽ വെച്ച് കന്റോൺമെന്റ് ഹൗസിലെ പ്രതിപക്ഷ നേതാവിനും കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിക്കൊക്കെ പരസ്പരം ഭക്ഷണമൊക്കെ കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ നമുക്ക്. ഈ ഈദുൽ ഫിത്തറും ഈ പറയുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് ഓണമൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം കൊടുത്തതിന്റെ പേരിലാണോ പുറത്താക്കിയിരിക്കുന്നത് ഷബാസ്? അരുൺകുമാർ, ഈ PS അബ്ദുൾ റഹ്മാൻ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു വിചിത്രമായ നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് CPI നേതാവും CPI പ്രാദേശിക നേതാവും ഒപ്പം തന്നെ മുതിർന്ന അംഗവുമായ PS അബ്ദുൾ റഹ്മാൻ പറയുന്നത്. ഈ കൊടുങ്ങല്ലൂർ അഷ്ടമിച്ചിറ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവാണ് PS അബ്ദുൾ റഹ്മാൻ. അദ്ദേഹം ഈ മന്ത്രി ഒ ജെ ജനീഷ് നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. സഹപ്രവർത്തകരും മന്ത്രിയും അടക്കം ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി ആ വഴിക്ക് എത്തിയപ്പോഴാണ് ഈ PS അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചത്. അതിന് പിന്നാലെയാണ് CPI-യിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിൽ നിന്നൊരു നടപടി അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രകാരം ഈ ഭക്ഷണം നൽകിയതിൽ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലൊരു നടപടി തനിക്കെതിരെ എടുത്തത് എന്നാണ് ഈ PS അബ്ദുൾ റഹ്മാൻ പറയുന്നത്. കോൺഗ്രസിന്റെ മാത്രം മന്ത്രിയല്ല, സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ ജനങ്ങളുടെയും മന്ത്രിയാണ്. അതുകൊണ്ടാണ് താനൊരു ഭക്ഷണം കൊടുത്തത്, നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി യാദൃശ്ചികമായി അവിടെ എത്തിയതാണെന്നാണ് അബ്ദുൾ റഹ്മാൻ നൽകുന്ന വിശദീകരണം. പക്ഷേ പാർട്ടി പറയുന്നത് നേരത്തെ തന്നെ ഈ PS അബ്ദുൾ റഹ്മാനെതിരെ പല ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നിരുന്നു. ഈ മന്ത്രി ഒ ജെ ജനീഷുമായി അദ്ദേഹത്തെ ജയിപ്പിക്കാനടക്കം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നടക്കമുള്ള പരാതികളും അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കൂടിയാണ് ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് CPI ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഒ ജെ ജനീഷിന് വീട്ടിൽ ഭക്ഷണം കൊടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടപടി എടുത്തിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭക്ഷണം കൊടുത്തു എന്നതും കൂടിയാണ് എന്നതാണ് PS അബ്ദുൾ റഹ്മാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു മന്ത്രിക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിലാണ് CPI ഒരു പ്രവർത്തകനെ, മുതിർന്ന നേതാവിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതെന്തായാലും മോശമായ ഒരു കാര്യമായി പോയി അല്ലേ? ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒ ജെ ജനീഷ് സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്, കോൺഗ്രസിന്റെ മന്ത്രി എന്നല്ലല്ലോ നമ്മൾ പറയുക. മിനിസ്റ്റർ ഓഫ് നമ്മുടെ സംസ്ഥാനത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽപ്പെട്ട ഒരാളല്ലേ. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് പാർട്ടി പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വളരെ ബാലിശമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.